ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ ഈവന്റിന്റെ ഹൈലൈറ്റ് ആയിരിക്കുന്ന ബിത്ര ടീമിനോടൊപ്പമാണ്. അവർ അണ്ടർ 14 വിഭാഗം മാത്രമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ മൂഡിൽ ഇവരെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ടീം മാനേജർ ഇവിടെ ഉണ്ട്. സാറിൻ്റെ പേര്? സാബിത്ത്. ഞാൻ ആന്ധ്രാദ്വീപുകാരനാണ്. ഇപ്പൊ അവിടെ PSK ആയിട്ട് ഇറക്കുന്നു. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? ഇത്രയിൽ ഇപ്പൊ ഈ വർഷം പോയതാണ്. ഇപ്പോൾ 7 വർഷമായി PSK ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ സാബി സാർ, അപ്പോൾ ഏതെല്ലാം ഐറ്റത്തിലാണ് ഇവർ ഗെയിം? ഇപ്പൊ ഇത് സ്കോറൊന്നും ലഭിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും ബിത്ര ടീമിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത്. അപ്പൊ അടുത്ത ഈ ഗെയിംസ് ഈവൻസ് ഏതൊക്കെയാണ്? ഇപ്പൊ ബിത്ര ടീമിന് അണ്ടർ 14 സാർ പറഞ്ഞ പോലെ 14 അണ്ടർ ഗേൾസ് പിന്നെ അതുപോലെ ബോയ്സിന്റെ ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ ബാഡ്മിന്റൺ അണ്ടർ 14 ഗേൾസ് ഉണ്ട്, അണ്ടർ 14 ബോയ്സിന്റെ ടീമും ഉണ്ട്. ഇനി അത്ലറ്റിക്സ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞ് നമുക്കിനി ബാഡ്മിൻ്റൺ ആണ് ബാക്കിയുള്ളത്. പിന്നെ അത്ലറ്റിക് ഐറ്റത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ക്രിക്കറ്റ് ബോൾ ത്രോയിൽ അവിടെ നമുക്കറിയാമല്ലോ മറ്റേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഗ്രൗണ്ട് ഫെസിലിറ്റീസും പിന്നെ ഇതുവരെ PET അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഒരു PET അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരു 5th പൊസിഷൻ വരാൻ സാധിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ബോൾ ത്രോയ്ക്ക് ഗേൾസിന്റെ ഐറ്റത്തിലും പിന്നെ ബോയ്സിന്റെ കാറ്റഗറിയിലും 5th പൊസിഷൻ വന്നിട്ടുണ്ട്. പിന്നെ അണ്ടർ 16 ഞങ്ങൾ ഓടിയിട്ടുള്ളത് മസറൂറ 2 ഐലൻഡിനെ ഏതായാലും കവർ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കൽപ്പേനി ചേത്ല ടവർ ഐലൻഡിനെ കവർ ചെയ്ത് മസറൂറ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 600 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അണ്ടർ 600 ഒരുപാട് ദ്വീപുകളെ കവച്ച് വെച്ച് പേര് മോളെ. എങ്ങനെ ഓട്ടോ ഉഷാറായിരുന്നു? അപ്പൊ അടുത്ത വർഷം ചേത്തലാത്തിനായിരിക്കും വരിക അല്ലേ? അപ്പൊ ചേത്തലാത്തിന് വേണ്ട ഫസ്റ്റ് വാങ്ങിക്കോണു. വെരി ഗുഡ്. അപ്പൊ നിങ്ങളെ എങ്ങനെ ബാഡ്മിന്റൺ ടീം എങ്ങനെ പ്രതീക്ഷ ഉണ്ടോ? പറഞ്ഞു പ്രതീക്ഷ ഉണ്ട്. ഇത്രയൊക്കെ തന്നെ പറയാറുണ്ട്. നിങ്ങൾ വാങ്ങിക്കണം. ഞങ്ങൾക്ക് ഇത്ര വരെ നല്ലൊരു കോച്ചിനെ കിട്ടില്ല, പക്ഷെ ഇപ്രാവശ്യം അന്തരത്തുള്ള നല്ലൊരു കോച്ചിനെ കിട്ടി. അവൽ എന്നാ ജീവിതത്തിൽ ഇത്ര ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബെസ്റ്റ് ആയിട്ടൊരു കോച്ചിങ് ജീവിതത്തിൽ. കോച്ചിന്റെ പേര് അവൽ സാറിന്റെ കോച്ചിങ്ങിലാണ് ഇവർ വന്നിരിക്കുന്നത്. ബാഡ്മിന്റൺ എന്തായാലും ഇവർ അടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അണ്ടർ 14. അപ്പൊ നിങ്ങളെ മാച്ച് എപ്പോഴാണ് കളിക്കുന്നത്? നാളെ രാത്രിയാണ്. ഓക്കെ. അപ്പൊ ബിത്ര ടീമിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് കളിപ്പാൻ നല്ലൊരു ഗ്രൗണ്ട് ഇല്ല, എന്നാലും ഞങ്ങളെ ഇവന്റിൽ അങ്ങ് ശിവാനുള്ള മൈൻഡ് ഇവിടെ. ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൗണ്ട് വേണമെന്നാണ് മെയിൻ പ്രോബ്ലം. ഓക്കെ. ഒരു ആകെ 0.4 കിലോമീറ്റർ ഉള്ള ബിത്രയിൽ ഗ്രൗണ്ട് പോലും ഇല്ലാതെയാണ് ഇവർ വന്നിരിക്കുന്നത്. അതൊക്കെ മറികടന്ന് തീർച്ചയായിട്ടും ഇവർ പോകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ടീച്ചേഴ്സ് എന്ന് പറയാം, ടീച്ചേഴ്സിനെ പറയാനുണ്ടോ? ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഇവർ വരുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് PETക്ക് ഒരു സാറ് പോലും ഇല്ല, ഒരു ഗ്രൗണ്ട് ഇല്ല, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് എന്നാണ് ഇവർ വരുന്നത്. പക്ഷെ ഇവർ അറ്റൻഡ് ചെയ്യാൻ എടുത്ത ആ ഒരു മനസ്ഥിതി, ആ ഒരു എഫേർട്ട്, അതിന് ഇവർക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാനും നമുക്ക് പറ്റില്ല. ഓക്കെ. ടീം ബിത്രയ്ക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും. ഹായ് പറഞ്ഞോളെ ടീം പാടില്ലേ? ഒരു രണ്ടുപേര് പാടിക്കോ. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ല നെഹിജാബിൽ തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലെന്നെ കിനാവ് നോക്കിയ ഹാലേ കനിയെ മുല്ലപ്പൂവിൻ ചിരിയില്ലാലം തന്നെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ. ഓക്കെ. താങ്ക് യു. അപ്പൊ ബിത്ര ടീമിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഹായ്. ഓക്കെ.